നെയ്യാറ്റിൻകരയിലെ ഒരു വയസ്സുകാരന്റെ കൊലപാതകം അച്ഛൻ ഷിജിൻ കൊടും ക്രിമിനൽ എന്ന പോലീസ്. ഷിജിന്റെ ലൈംഗിക വൈകൃതത്തിന് കുഞ്ഞ് തടസ്സമായതോടെയാണ് ക്രൂര കൊലപാതകം. ഭാര്യയുമായുള്ള ബന്ധത്തിനിടെ കുഞ്ഞ് ഉണർന്ന് കരഞ്ഞതാണ് കുഞ്ഞിനെ മർദ്ദിക്കാനുള്ള കാരണം. കൈമുട്ടുകൊണ്ട് കുഞ്ഞിന്റെ നെഞ്ചിൽ ഷിജിൻ ആഞ്ഞിടിച്ചു. പ്രതി ഷിജിൻ സ്ത്രീകളുമായി അശ്ലീല ചാറ്റിന് സ്വന്തമായ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അശ്ലീല ചാറ്റ് ആപ്പുകളിലും ഷിജിൻ സജീവമെന്നാണ് പോലീസ് പറയുന്നത്. വിവരങ്ങൾ നൽകാൻ SP ശ്രീനന്ദ ചെയ്യുന്നുണ്ട്. ശ്രീനന്ദ, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒരു പിഞ്ച് കുഞ്ഞിനെയാണ് ആ പിതാവ് തന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങാതിരുന്നതോടെ ആ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ഇയാളൊരു കൊടും ക്രിമിനൽ ആണെന്നാണ് പറയുന്നത്. എന്തൊക്കെ വിവരങ്ങളാണ് പോലീസ് നൽകുന്നത്? അശ്വതി, കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഒരു വയസ്സുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കുഞ്ഞിൻ്റെ മരണത്തിൽ അസ്വാഭാവികത ഉള്ളതുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തുകയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ കുഞ്ഞിൻ്റെ അടിവയറ്റിലായി ഒരു ക്ഷതമേറ്റ ഒരു പാടുണ്ടായിരുന്നു. അത് എങ്ങനെ സംഭവിച്ചു എന്ന് ഈ മാതാവിനോടും പിതാവിനോടും ഷിജിനോടും നിരവധി തവണ പോലീസ് 3 തവണയോളമാണ് പോലീസ് ഇവർ രണ്ടുപേരെയും ചോദ്യം ചെയ്തത്. മാതാവിന് അത് അറിയില്ല എന്നാണ് പറഞ്ഞത്. പിതാവ് ഈ കുട്ടിക്ക് ഒരു ബിസ്ക്കറ്റ് കൊടുത്തു. ശേഷം കുട്ടി ബോധരഹിതനായി എന്നാണ് മാതാവിൻ്റെ മൊഴിയിൽ പറയുന്നത്. പിതാവിനെയും 3 തവണ ചോദ്യം ചെയ്തപ്പോഴും യാതൊരുവിധ തെളിവുകളും അല്ലെങ്കിൽ യാതൊരുവിധ കാര്യങ്ങളും പിതാവിൻ്റെ ഭാഗത്ത് നിന്ന് നൽകിയിരുന്നില്ല. പക്ഷേ അവസാന ചോദ്യം ചെയ്യലിലാണ് പിതാവ് കുറ്റം സമ്മതിക്കുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് പിതാവ് തൻ്റെ ലൈംഗിക ബന്ധത്തിന്, താൻ ഭാര്യയുമായി നടത്തുന്ന ലൈംഗിക ബന്ധത്തിന് ഈ കുട്ടി ഒരു തടസ്സമായി കണ്ടു. ഈ കുട്ടി രാത്രിയിൽ കരയുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കുഞ്ഞിനെ മടിയിലിരുത്തുകയും ശേഷം അടിവയറ്റിൽ കൈകൊണ്ട് ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യവുമാണ് ഉണ്ടായത്. ഇതിനു ശേഷമാണ് കുഞ്ഞ് ബോധരഹിതനാകുകയും അതിനുശേഷം കുഞ്ഞ് ബോധരഹിതനായ സമയത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന് ഈ ഭാര്യ കുഞ്ഞിൻ്റെ അമ്മ പറയുകയുണ്ടായി. പക്ഷേ കൈ ഒടിഞ്ഞിട്ട് പോലും ആ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നടപടി അല്ലെങ്കിൽ കൊണ്ടുപോകാൻ തനിക്ക് സാധിക്കില്ല എന്നൊരു നിലപാടാണ് ഈ പിതാവ് സ്വീകരിച്ചത്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് കുഞ്ഞിൻ്റെ മരണം സംഭവിക്കുന്നത്. നമ്മൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമികമായ അറിവുകൾ വെച്ച് നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ആന്തരിക രക്തസ്രാവമാണ് ഈ ഒരു കുഞ്ഞിൻ്റെ മരണകാരണം. കൃത്യസമയത്ത് കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കാത്തതും അതുപോലെ തന്നെ രക്തം കട്ട പിടിച്ച് കിടക്കുന്നതുമായ ഒരു സാഹചര്യമുണ്ടായി. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു വയസ്സുകാരൻ്റെ മരണത്തിലേക്ക് നയിച്ചത്. ഇപ്പോൾ പിതാവിനെ ചോദ്യം ചെയ്യലിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇദ്ദേഹത്തിന് അശ്ലീല ചാറ്റുകൾ അതുപോലെ തന്നെ വളരെ മോശമായ രീതിയിലുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇയാൾക്ക് വേറെയും പല കേസുകളിൽ ഇയാൾ പ്രതിയാണ് എന്നുകൂടിയാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. തൻ്റെ ലൈംഗിക ബന്ധം സുഗമമായി നടക്കാത്തതിൻ്റെ പേരിലാണ് ഒരു പിഞ്ചു കുഞ്ഞിനോട് സ്വന്തം പിതാവ് ഇത്തരത്തിലൊരു ക്രൂരത കാട്ടിയിരിക്കുന്നത് എന്നുള്ള ഒരു വളരെ വിഷമകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ പിതാവിൻ്റെ ഈ ഒരു പ്രവണതയ്ക്കെതിരെ പോലീസ് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇയാൾക്ക് വേറെയും ചില ആളുകളുമായി ബന്ധമുണ്ട്. ചില ലൈംഗിക അതിക്രമ കേസുകളിൽ ഇയാൾ പ്രതിയാണ്. അതുപോലെ തന്നെ മറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകൾ, ടെലിഗ്രാം ഗ്രൂപ്പുകൾ, അങ്ങനെയുള്ള നിരവധി ലൈംഗികമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളിൽ ഇയാൾ ഉണ്ട്. ഇയാൾക്ക് അശ്ലീല ചാറ്റുകൾ ഉണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. ഇതിലൊക്കെ ഈ കുട്ടി ഒരു തടസ്സമായി നിന്നു. വ്യക്തമാണ്. എന്തായാലും ഞെട്ടിക്കുന്ന അരുംകൊലയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. നെയ്യാറ്റിൻകരയിലെ ഒരു വയസ്സുകാരന്റെ കൊലപാതകം. പിതാവ് പ്രതി ഷിജിൻ കൊടും ക്രിമിനൽ എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഷിജിന്റെ ലൈംഗിക വൈകൃതത്തിന് കുഞ്ഞ് തടസ്സമായതോടെയാണ് ഈ ക്രൂര കൊലപാതകം നടത്തിയത്. ഇയാൾ പിതാവെന്ന പേരിന് പോലും അർഹനല്ല. എന്തായാലും അർഹിച്ച ശിക്ഷ ഇയാൾക്ക് ലഭിക്കുക തന്നെ വേണം. ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്.